പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബ്രൗണി. നല്ല ക്രിങ്കിൾ ടോപ്പോടുകൂടെ സൂപ്പർ ഫഡ്ജി ആയിട്ട് നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള 1/4 കിലോ ബ്രൗണിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഒരു ബൗളിലേക്ക് 75 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ സാധാരണ നമുക്ക് ചോക്ലേറ്റ് ബാർസൊക്കെ കിട്ടുമല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. കൂടെ ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ കൂടെ ചേർക്കുക, മെൽറ്റ് ചെയ്തെടുക്കുക. അതുപോലെ വിസ്ക് കൊണ്ട് ഇതിലെ കട്ടകളൊക്കെ മാറ്റി നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുത്ത് വെക്കണം. വേറൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും 75 ഗ്രാം പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബ്രൗൺ ഷുഗറും നോർമലായിട്ടുള്ള ഷുഗറും പൊടിച്ചിട്ടാണ് 75 ഗ്രാം എടുത്തത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ബട്ടർ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് പാടില്ല കേട്ടോ, ഓവർ മിക്സ് ആയാൽ നല്ല ക്രിങ്കിൾ ടോപ്പ് വരില്ല. ഇനി ബൗളിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 50 ഗ്രാം മൈദയും 20 ഗ്രാം കൊക്കോ പൗഡറും ചേർക്കുകയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്യരുത്. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അതിന് ശേഷം ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കണത്. പാച്ച്മെൻറ്റ് പേപ്പറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ ബ്രൗണിക്ക് വെക്കേണ്ട കേട്ടോ. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കായിരിക്കും കേട്ടോ ബ്രൗണിയുടെ ബാറ്റർ. എല്ലാ ഭാഗത്തും സ്പാച്ചുല കൊണ്ട് ഈവൺ ആക്കി എടുക്കണം. ഇനി ഞാനിതിലേക്ക് 30 ഗ്രാം ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന ചോക്ലേറ്റ് ബാർസ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഇടാം. ഏറ്റവും ഫൈനലായിട്ട് സ്പാച്ചുല കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ്സ് അകത്ത് പോകും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി.